ഇന്ന് നമുക്ക് പുളിശ്ശേരിയും പിന്നെ ഒരു നമ്മളുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കരിമീൻ വറുത്തതുമാണേ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ആദ്യമേ ഉപ്പിടല്ലേ, പിരിഞ്ഞു പോകും. തൈര് മിക്സിയിൽ അടിച്ചത്, മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇട്ട് ഒന്ന് കാച്ചിയിട്ട് ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. ഇളക്കി വെച്ചു. പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. നമുക്ക് ഒന്ന് കടുക് താളിക്കാൻ വേണ്ടിയാണ്. കടുക്, ഉലുവ, പിന്നെ കുറച്ച് ജീരകം, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, സവാള, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇത് ഞങ്ങളുടെ കോട്ടയംകാരുടെ. പിന്നെ അല്പം ഒരു 1/4 ടീസ്പൂൺ കായ ഇടണം. അരയായാലും കുഴപ്പമില്ല. ഇത് 2 പാക്കറ്റ് തൈരായതുകൊണ്ട് അരയിട്ടാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഒരു 1/4 ടീസ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ. കായ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ആ മോരെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുക. ഉപ്പിടരുതേ, ആറിക്കഴിഞ്ഞേ ഉപ്പിടാവുള്ളൂ. ഉപ്പ് കല്ല്. കോട്ടയംകാരുടെ മോര് കാച്ചിയതെന്ന് പറയും പുളിശ്ശേരി. നിങ്ങൾ പുളിശ്ശേരി എന്ന് പറയുന്ന തേങ്ങ അരച്ച് ഏത്തപ്പഴമോ പൈനാപ്പിളോ അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നതിനല്ലേ പറയുന്നത്. ഞങ്ങൾ മോര് കാച്ചിയതെന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ തേങ്ങ അരച്ച് വെക്കുന്നത് മോര് കറി എന്ന് പറയും. കുമ്പളങ്ങ വെള്ളരിക്ക ആക്കിയിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന മോര് കറി എന്ന് പറയും. ഇത് മെഴുക്ക് വരട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിടും. ഭയങ്കര ഒരു ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റാണ്. വെള്ളച്ചൊവയൊക്കെ പോവും. പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല. സവാളയും ഉപ്പും നമ്മുടെ കോവയ്ക്കാണ് അതുകൂടെ ഇട്ടു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് തീ കുറച്ച് മൂടി വെക്കും. വറ്റൽമുളക് ചതച്ചിടാൻ വേണം നല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കറി. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണേ. ഇതാ കരിമീൻ തല ഞാനെടുത്തു, വാല 1 വെച്ചു. കോവയ്ക്ക മെഴുക്ക് വരട്ടി, കക്കാർച്ചി കഴിഞ്ഞ ദിവസം ഉലർത്തിയത് വീഡിയോ ഇട്ടിട്ടുണ്ട്. സൂപ്പർ, അതുപോലെ ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈവിലും വൈകിട്ട് 8 മണിക്ക് കയറണം.